ഇവിടെ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സിനിമ. അതിൻ്റെ ടെക്നോളജി വളരെ കാണേണ്ടതാണ്. ലോക സിനിമയോട് കിടപിടിക്കുന്ന ടെക്നോളജിയാണ്. പിന്നെ വിമർശനം, സാമൂഹ്യമായ പല പ്രശ്നങ്ങളെക്കുറിച്ചും ഈ സിനിമ പ്രതിപാദിക്കുന്നു. കലാകാരന്മാർക്ക് സാമൂഹിക പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിനോട് എത്തിക്കാനും അവകാശമുണ്ട്. വിമർശനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും തിരുത്തണമെങ്കിൽ അത് തിരുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളിത് കാണേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും ഈ സിനിമ കാണണം. ചില ഭാഗങ്ങളിപ്പോൾ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ഭാഗം എത്ര ഒഴിവാക്കിയാലും മനുഷ്യൻ ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു സന്ദേശമാണ്. ജാതിയും മതവുമല്ല, വർഗീയ ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയത് കാണിക്കുന്ന ഒരു വലിയൊരു ആശയം സമൂഹത്തിനോട് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ആകുമ്പോൾ സിനിമയുടേതായ മേമ്പൊടിയും സിനിമയുടേതായ രീതികളും ഒക്കെ ഉണ്ടാവും. എന്തായാലും തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനത്തെ സിനിമ നിർമ്മിച്ച പൃഥ്വിരാജിന് ഒരു അഭിവാദ്യം ഞാൻ അർപ്പിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പാണ്. ഒരിക്കലും അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും. ഇതിനു മുമ്പ് ഇതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. ഏത് പ്രമേയവും നമുക്ക് സിനിമയാക്കാൻ കഴിയും. അപ്പോൾ സിനിമ ആകുമ്പോൾ അത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ അതൊരു സാമൂഹ്യമായ ഒരു വീക്ഷണത്തിൽ കണ്ടാൽ മതി. അതിൻ്റെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു പ്രചരണം നടത്തി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കലാരൂപം, ആ കലാരൂപത്തെ കലാരൂപമായി കണ്ട് ആസ്വദിച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും, ഇപ്പം അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഹിന്ദുസ്ഥാൻ, ഈ രാജ്യത്തോടാണ് അതിൻ്റെ പ്രമേയത്തിന് അവസാനമാകുന്നത്. ശരിയാണ്, നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചേരിതിരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ രാജ്യമാണ് ഏറ്റവും വലുത് എന്ന ഒരു ആശയം അതിനകത്ത് പറയുന്നുണ്ട്. ആ ആശയം എല്ലാവർക്കും പാഠമാകും. പിന്നെ രാജ്യത്തുണ്ടായ പല കലാപങ്ങളും, വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളെ ആ സിനിമ കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിനെതിരായിട്ടുള്ള ഒരു സിനിമ, അതൊരു കലാപരമായി നല്ല ഒരു രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നതിന് ആസ്വദിക്കുക. എല്ലാവരും ആ സിനിമ കാണുക. എന്തായാലും വളരെ തൻ്റെ ഇടത്തോടു കൂടി ഇപ്പോൾ വർത്തമാനകാലത്ത് പലരും ഭയപ്പെടുന്ന, ഇപ്പോൾ ഏത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമല്ല പറഞ്ഞത്, എല്ലാ വർഗീയതയും ഈ രാജ്യത്ത് അപകടമാണ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. അപ്പോൾ ആ വർഗീയതയ്ക്കെതിരായി ഒരു ആശയപ്രചരണം നടത്താൻ പൃഥ്വിരാജും അല്ലെങ്കിൽ മോഹൻലാലും അല്ലെങ്കിൽ ആ ടീം മുന്നോട്ട് വന്നത് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം കേരളീയ സമൂഹം അണിനിരക്കണമെന്നാണ് എൻ്റെ വിനയമായ അഭ്യർത്ഥന. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ആരാധകരായ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ സമൂഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല, ഒരു രാഷ്ട്രീയത്തിനെതിരല്ല, വ്യക്തിപരമായ എനിക്ക് ആരോട് വിരോധമില്ല. ഒരു കഥയെന്ന രൂപത്തിൽ ഞാനിപ്പോൾ അതിനെ പറഞ്ഞു, ഒരു കഥയെന്ന നിലയിൽ അദ്ദേഹം അതിനെ അങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട്, പക്ഷേ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിലാണ് പ്രതികരിക്കുന്നത്. അതായത് ഒരു സിനിമ ഇറങ്ങുന്നു, അത് കാണേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ താല്പര്യം, അത് കാണുക, അത് കണ്ട് കലയെന്നതിൽ ആസ്വദിക്കുക. അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല ആശയങ്ങൾ എടുക്കുക. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഈ സംഘർഷം, ഇത്രയും വലിയ സംഘർഷം വേണമെന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്ക് എന്നോട് യോജിപ്പില്ല, അത്രയും സംഘർഷം. പക്ഷെ ആ സംഘർഷമൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഒരാശയം അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒരു അമ്മ പറ്റ മക്കളാണ്. ഞാൻ ആ ആശയമാണ് കാണുന്നത്. അത് ഒരു കത്തിയും വെക്കേണ്ട കാര്യമില്ല, ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും വിമർശിക്കുന്നുണ്ട്, ആരെയും വിമർശിക്കാതെ അതിനകത്ത് എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അത് കൂടി കുറഞ്ഞും കാണും, അത്രയും അതിനെ കണ്ടാൽ മതി. അപ്പോൾ അത് ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ